തൃശൂർ പൂരം പ്രതിസന്ധി ഒഴിഞ്ഞു. തറവാടക തർക്കത്തിന് താൽക്കാലിക പരിഹാരമായി മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമുണ്ടാകുന്നത്. MS ലിഷോയി വിവരങ്ങളുമായുണ്ട്. ലിഷോയി, എങ്ങനെയാണ് പ്രശ്നത്തിന് ഒരു സമവായത്തിലേക്ക് പരിഹാരത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? അതായത് തൃശൂർ പൂരത്തിന്റെ ഭാഗമായി അതിന്റെ ചെലവുകളെല്ലാം വഹിക്കുന്നതിന് വേണ്ടി ദേവസ്വങ്ങൾ എക്സിബിഷൻ നടത്താറുണ്ട്. ആ പൂരം എക്സിബിഷൻ നടത്തുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്ഥലത്താണ്. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്ഥലത്തിന് തറവാടകയായി കഴിഞ്ഞ വർഷങ്ങളിൽ 42 ലക്ഷം രൂപയാണ് നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് ഒരു സ്ക്വയർ ഫീറ്റിന് 2 രൂപ എന്ന നിലയ്ക്കിൽ നിശ്ചയിക്കുമ്പോൾ 2 കോടിയിലേറെ രൂപ നൽകേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് പ്രതിസന്ധിയിലായ ദേവസ്വങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും പിന്നീട് പൂരം നടത്തിപ്പ് തന്നെ തങ്ങൾ ഉപേക്ഷിക്കും എന്ന രീതിക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ ഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയുമായി നടന്ന ചർച്ച പരാജയപ്പെടുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുന്നതും മുഖ്യമന്ത്രി ഇരു ദേവസ്വങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്തു. 2023 തൽസ്ഥിതി തുടരാനാണ്, അതായത് 2023 വാങ്ങിയ അതേ വാടക തന്നെ നൽകാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. കൂടാതെ മുൻ ധാരണ പ്രകാരമുള്ള 8% വർധനവും അത് മാത്രമാണ് ഇത്തവണ ഉണ്ടാവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഈ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ധാരണ മറ്റ് 2 ദേവസ്വങ്ങളും, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും അംഗീകരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഇടപെടലിൽ നന്ദി അറിയിച്ചുകൊണ്ട് ദേവസ്വങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു. അതേസമയം ഈ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് മിനി പൂരം സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അത് പ്രധാനമന്ത്രിയെ വരവേൽക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് അനുമതി ലഭിക്കുകയാണെങ്കിൽ അതും നടക്കും. എന്തായാലും താൽക്കാലികമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടുണ്ട്. കോടതിയെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യും. കോടതിയിലാണ് അന്തിമ തീരുമാനമെടുക്കുക. എങ്കിൽ പോലും പൂരത്തിന് മുൻപ് ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ എടുത്തിരിക്കുന്നത്. ശരി, തൃശൂർ